ഒരുപാട് സിനിമകളിൽ വന്നിട്ടില്ല. ക്യാമിയോ അപ്പിയറൻസ് തന്നെയാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ഒരു 3-4 സിനിമയിലുണ്ടെന്ന് തോന്നുന്നു. ശരി. സോ വിക്കിയിൽ പറയുന്ന ഡേറ്റയിൽ കുറച്ചധികം ഉണ്ട്, നോക്കിയപ്പോൾ കണ്ടതാണ്. സോ അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞ് ഒരു ക്യാമിയോ റോളില്, ഒരു പ്രീസ്റ്റിന്റെ റോളില് ഫാസിൽ, അതും ക്യാമിയോ അല്ല. അപ്പൊ വിക്കിയിൽ പറയുന്ന കുറെ കാര്യങ്ങൾ കറക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. സോ അങ്ങനെ ഒരു റോളില് ഫാസിൽ സാറിനെ വിളിക്കണം എന്ന് പൃഥ്വിരാജിന് തോന്നാനുള്ള കാര്യം എന്താണ്? കാരണം ഇത്രയും വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരാളെ മനസ്സിൽ വന്നത് എന്തുകൊണ്ട്? പാച്ചിക്ക, ഫാസിൽ സാറിനെ ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിലുള്ള കൂടുതൽ ആൾക്കാർ പാച്ചിക്ക എന്നാണ് വിളിക്കുന്നത്. സോ ഐ ഫ്രം ഹിയർ ഓൺ refer to director ഫാസിൽ സർ ആസ് പാച്ചിക്ക. പാച്ചിക്ക ഒരു വളരെ നല്ല നടനാണ് എന്ന് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ആക്ച്വലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി പാച്ചിക്ക ഒരു വളരെ നല്ല നടനാണെന്ന് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപ് യാദൃശ്ചികമായി ഒരിക്കൽ പാച്ചിക്കയെ കാണാൻ മറ്റൊരാവശ്യത്തിനായി അമ്മ പറഞ്ഞിട്ട് വേറൊരു കാര്യത്തിന് വേണ്ടി പാച്ചിക്കയെ കാണാൻ ഇടയായപ്പോഴാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വലിയ കുട്ടിയായിട്ട്, ഞാൻ 11th-12th സ്റ്റാൻഡേർഡിൽ അങ്ങനെ പഠിക്കുകയാണ്, ഇഫ് ഐ റിമെമ്പർ റൈറ്റ്. ഒരു വലിയ കുട്ടിയായതിനു ശേഷം പാച്ചിക്ക എന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് അന്നാണ്. അപ്പൊ അന്നെ കണ്ടപ്പോ അമ്മയെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇവനെ ഒന്ന് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാച്ചിക്കയുടെ വീട്ടിൽ പോയി, ആലപ്പുഴയിൽ പോയി സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ. അന്ന് ആ സ്ക്രീൻ ടെസ്റ്റിൽ എന്റെ കോ ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇപ്പൊ പാച്ചിക്ക ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയിച്ച് കാണിച്ചു തരാണ്. എനിക്ക് പാച്ചിക്ക അഭിനയിച്ച് കാണിച്ചു തരും, എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്തിട്ട് ഒരു പെൺകുട്ടിയെ പോലെ ആ പെൺകുട്ടിക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. എനിക്കൊരു ഭയങ്കര വണ്ടറസ് ആയിട്ട് ഞാൻ കണ്ടെന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. ആ പെൺകുട്ടി അസൻ തോട്ടുകളായിരുന്നു ആക്ച്വലി. സോ ഞാനും അസനും പരിചയപ്പെടുന്നത് അന്നാണ്. അസൻ ഐ തിങ്ക് വാസ് ഇൻ 9th സ്റ്റാൻഡേർഡ്, അങ്ങനെ ഒരു തീരെ കുഞ്ഞാണ് ആക്ച്വലി. അപ്പൊ എനിക്ക് അന്ന് മുതൽ ഈസ് എ റിയലി സ്കിൽഡ് ആക്ടർ എന്നുള്ളത് എന്റെ മനസ്സിലുണ്ട്. ഈ സിനിമയിൽ ഫാദർ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആരാകണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഒരുപാട് മുഖങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനൊരു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ആളുടെ ഒരു ഫാദർ ഫിഗർ പോലെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഇസ് സോ ബിഗ്, ഹിസ് ക്യാൻവാസ് ആൻഡ് ഹിസ് ഓറ ഇസ് സോ ബിഗ്. അതിനു മുകളിൽ ഒരു ഫാദർ ഫിഗർ പോലെ നിൽക്കാൻ കഴിയുന്ന ഒരു കാസ്റ്റിംഗ് അവിടെ ആവശ്യമാണ്. അപ്പൊ സ്റ്റീഫൻ നെടുമ്പള്ളി ലാലേട്ടനായ സ്ഥിതിക്ക് ആക്ച്വലി അങ്ങനെ ഒരു കാസ്റ്റിംഗ് കണ്ടെത്താൻ ഇസ് നോട്ട് വെരി ഈസി. അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് പാച്ചിക്ക. കാരണം നമുക്ക് എല്ലാവർക്കും പാച്ചിക്കയും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു എവിടെയോ ഒരു പ്രോഡിജി, ഒരു മാസ്റ്റർ എന്നുള്ള ഒരു സാധനം, ഒരു ഇക്വേഷൻ അവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനൊരു ദിവസം പാച്ചിക്കയെ വിളിച്ച് ഫോണിലൂടെ ഇത് പറഞ്ഞിട്ട് പാച്ചിക്ക അയ്യോ ഞാനില്ല രാജു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു ആക്സസ് ഇല്ലല്ലോ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ആലപ്പുഴ വീട്ടിൽ പോയിട്ട് മുമ്പിൽ ഇരുന്നിട്ട് ഞാനൊരു കാര്യം പറയും, നോ പറയാൻ പറ്റില്ല, എന്റെ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് വന്നതാണ് ആക്ച്വലി. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ എനിക്കൊരു സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നി, ഇത്രയും അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരാളെ എന്തുകൊണ്ടായിരിക്കും ആദ്യം നോ പറഞ്ഞിട്ടുണ്ടാവുക സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്ന സമയത്ത്? അല്ല, പാച്ചിക്കയ്ക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, വളരെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പാച്ചിക്ക is one of Malayalam's most successful legendary filmmakers, അല്ലേ? അപ്പോ it's quite natural that he never thought of an acting career. പാച്ചിക്കയ്ക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടായിട്ട് അഭിനയിക്കാൻ പറ്റാത്ത ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല അങ്ങനെയല്ല, ഇഷ്ടമുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അത് ഐ ഡോണ്ട് നോ, അത് വിക്കിപീഡിയയോട് ചോദിക്കണം. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ പോവാം.